ബാലാശ്രീ എന്ന് പറഞ്ഞ ഒരു ഭക്ത ചോദിച്ച ചോദ്യമാണ്. കുട്ടികളുടെ ദേഹത്ത് സർപ്പദോഷത്തിന്റെ അടയാളങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ അടയാളങ്ങൾ, ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും സർപ്പദോഷങ്ങളുടെ അടയാളങ്ങൾ കാണണമെങ്കിൽ അതെല്ലാവരും ഡോക്ടറെ അടുത്തേക്കാണ് പോകുക. അല്ല വൈറ്റമിൻ ഡെഫിഷ്യൻസി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് മരുന്ന് കഴിച്ചാൽ മാറുമല്ലോ എന്ന് കരുതിയിട്ട്. ചിലർക്ക് അത് മരുന്ന് കഴിച്ചാൽ മാറും. അങ്ങനെയാണെങ്കിൽ മാറാതിരിക്കുന്ന സന്ദർഭങ്ങളിലാണ് എന്തെങ്കിലും ദോഷമൊക്കെ ആകുമോ എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാകുക. അപ്പോൾ ഇത് പറഞ്ഞു തരാനായിട്ട്, കൃത്യമായിട്ട് എന്താണെന്ന് പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നത് ജ്യോതിഷം പഠിച്ചവർക്കാണ്. അവരടുത്ത് പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, അത് സർപ്പദോഷമാണോ എന്ന് അവർക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വീടിരിക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും ദോഷമുണ്ടോ, കാവുകളൊക്കെ നിലനിന്നിരുന്ന ആ ഒരു സ്ഥലമാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടായതാണോ എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ പരിഹാരങ്ങളും കേട്ടറിഞ്ഞിട്ട് അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ അടയാളങ്ങൾ, ഈ ദോഷങ്ങളൊക്കെ മാറുന്നതായിരിക്കും കേട്ടോ. പിന്നെ പറഞ്ഞു തരാനായിട്ട് സാധിക്കുക, മണ്ണാർശാല അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ, പാമ്പമ്മയെ കാട്ട് അവരുടെ അടുത്തൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ അടയാളങ്ങളൊക്കെ മാറുന്നതുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദോഷങ്ങൾ വരുന്നത് കൊണ്ടായിരിക്കും അങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ മുതിർന്നവർക്കാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാകാമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ നാഗക്കാവുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ പൂജകളൊക്കെ മുടങ്ങി കിടക്കുക. ഇപ്പോൾ വീട്ടിൽ തന്നെ നാഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു തരം ഓർമ്മിപ്പിക്കില്ല. നമുക്ക് എന്തെങ്കിലും വഴിപാടുകൾ അവിടെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ, മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ചെയ്യാനായിട്ട് വിട്ടുപോയതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മിപ്പിക്കലാണ്. അങ്ങനെയും കൂടെ പഴമക്കാർ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട വഴിപാടുകൾ ചെയ്യുക, പൈസ കൊഴിഞ്ഞ് വെച്ചിട്ട്. ഇപ്പോൾ പാമ്പുമേക്കാട്ടേക്കാണെങ്കിലും മണ്ണാറശാലയ്ക്കൊക്കെ ആണെങ്കിലും അവിടേക്ക് ആരെങ്കിലുമൊക്കെ തൊട്ടടുത്ത് പോകുന്നുണ്ടെങ്കിൽ അവരെ കൈവശം കൊടുത്തയക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. മുടങ്ങി കിടക്കുന്ന പൂജകളൊക്കെ ചെയ്യുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് തൊട്ടടുത്തുള്ള സർപ്പക്കാവുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലൊക്കെ ഉണ്ടായിരിക്കും. അവിടെയൊക്കെ പോയിട്ട് വേണ്ട വിധം പൂജകളൊക്കെ ചെയ്യാം. ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. സർപ്പദോഷമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനടി അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യാം. അങ്ങനെ ചെയ്താലേ മാറുള്ളൂ. പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് പറയണത്. അപ്പോൾ പരിഹാരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ദോഷമാണെങ്കിലും അത് മാറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടയാളം വന്നത് ചിലപ്പോൾ ദോഷങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം. അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ വിധിയാൻ വണ്ണം പരിഹാരങ്ങളും ചെയ്യാം.